വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബീഫ് കട്ട്ലേറ്റ് ആണ്. എൻ്റെ ഫേവറേറ്റ് ആണ് ബീഫ് കട്ട്ലേറ്റ്. കട്ട്ലേറ്റ് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? പക്ഷേ കടയിൽ പോയി എനിക്ക് ഇതുവരെ ഒരു കടയിൽ പോയിട്ടും എനിക്കിഷ്ടമുള്ള കട്ട്ലേറ്റിൻ്റെ ടേസ്റ്റ് കിട്ടിയിട്ടില്ല. കാരണം എൻ്റെ അമ്മ വീട്ടിലുണ്ടാക്കാറുള്ള കട്ട്ലേറ്റ് ഒരു രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റാണ്. പക്ഷെ ഈ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, ഒരിക്കലും ഞാൻ കുറച്ച് വട്ടമൊക്കെ ഞാൻ കട്ട്ലേറ്റ് കടയിൽ നിന്ന് പോയി വാങ്ങി പല പല കടകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ചായക്ക് എന്താണ് പലഹാരം അങ്ങനെ എന്തെങ്കിലും നോക്കുമ്പോൾ കട്ട്ലേറ്റ് കഴിക്കും. അപ്പോൾ പല കടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന കട്ട്ലേറ്റിൻ്റെ ഒരു 7 അയൽക്കത്ത് പോലും വരാറില്ല. എന്താ പറയുക, വീട്ടിലമ്മ ഉണ്ടാക്കുന്ന കട്ട്ലേറ്റ് ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ പുറത്തുനിന്ന് അതിൻ്റെ എന്തെങ്കിലും ഒരു അടുത്തെങ്കിലും വരാറേ ഇല്ല. അപ്പം അതുകൊണ്ടിട്ടാണ് ഞാൻ വിചാരിച്ചു ഇന്ന് കട്ട്ലേറ്റിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്യാം. അതിനു മുമ്പ് ഐ ഹാവ് ടു ടെൽ യു വൺ തിങ്. നമ്മളൊക്കെ അടുക്കളയിൽ കയറുമ്പോഴേ മിക്കവാറും നമ്മളുടെ അമ്മമാരുടെ അത്രയും എക്സ്പീരിയൻസ് നമുക്കില്ല. നമ്മളെല്ലാം പുതിയത് കണ്ടുപഠിച്ച് വരണേ ഉള്ളൂ. ഞാനിപ്പോൾ കുക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 6 വർഷമായിട്ടുള്ളൂ. അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് അമ്മേനെ സഹായിക്കുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അടുക്കളയിൽ കയറി എന്തെങ്കിലുമൊക്കെ അമ്മ ഞാൻ ലഡ്ഡു ഉണ്ടാക്കാം, അമ്മ ഞാൻ ജിലേബി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഡേ ടു ഡേ നെസസറി അല്ലാത്ത ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കളിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഒരു 6 വർഷമായിട്ടുള്ളൂ കുക്കിങ് ഫുള്ളായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്തു തുടങ്ങിയിട്ട്. എനിക്കതിന് മുമ്പേ കുക്കിംഗ് ഇഷ്ടമായിരുന്നു, പക്ഷേ വീട്ടിൽ അമ്മ ചെയ്യാൻ സമ്മതിക്കാറില്ല. കിച്ചണിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ തീ കൊണ്ടാണ് കളിക്കണേ. അപ്പോൾ എന്തെങ്കിലും പൊള്ളും, നമ്മളുടെ കൈ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ടൊക്കെ പൊള്ളും. ദാറ്റ് ഈസ് വെരി നോർമൽ. അപ്പോൾ ആദ്യമൊക്കെ അങ്ങനെ പൊള്ളണ സമയത്ത് ഞാനപ്പോൾ നോട്ടീസ് ചെയ്താൽ അപ്പോൾ ഒരു ബ്ലാക്ക് മാർക്ക് വീഴും പൊള്ളി കഴിഞ്ഞിട്ട്. അപ്പം അത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പോകും ഉറപ്പായിട്ടും, പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ പോകുള്ളൂ. അപ്പം നമുക്കത് ഇഷ്ടമുണ്ടാവില്ല അല്ലേ? അങ്ങനെ പൊള്ളണ മാർക്കുകൾ ഇങ്ങനെ കിടക്കണത് നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. നമുക്ക് കുക്കിംഗ് ഇഷ്ടമായിരിക്കും, പക്ഷെ അതിൻ്റെ കൂടെ വരണ ഈ ഓരോ കാര്യങ്ങളും നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇനീഷ്യൽ സ്റ്റേജസിൽ എനിക്ക് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞപ്പം ഞാൻ ഫസ്റ്റേ ചെയ്യാറ്, ഞാൻ എൻ്റെ കൈ എത്തണ അകലത്തിൽ ഈ മരുന്ന് വാങ്ങി വെച്ചിട്ടുണ്ടോ. ഇത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ പാടുകൾ നമ്മുടെ കയ്യിൽ, ചില പിള്ളേരുടെയൊക്കെ കാണാം കൈ മൊത്തം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ ഡ്രോപ്സ് ആയിട്ട് ഇങ്ങനെ ഈ കറുത്ത പാടുകളായിരിക്കും. അത് പൊള്ളി, നമ്മൾക്ക് കൈ പൊള്ളി അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റീം അടിച്ചാൽ മതി, സ്റ്റീം അടിച്ചു അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊള്ളിയ ഫീല് വരികയാണെങ്കിൽ ഉടനെ തന്നെ ഇതെടുക്കുക, നമ്മുടെ കൈ എത്ര ദൂരത്ത് ഇത് വയ്ക്കുക, ഉടനെ തന്നെ ഇതെടുക്കുക, ഇത് തേക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പാടില്ല. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് ഓർക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ അടുത്ത് എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഞാനിതിപ്പോഴും ഇത് ഓർത്ത് വെച്ചിരിക്കാമല്ലോ. അപ്പോൾ അവിടെ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൈ ഒന്ന് പൊള്ളി. ആ സമയത്ത് നമുക്ക് വേദന എടുക്കുന്ന പൊള്ളലായിരിക്കില്ല ഇത്. കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം എങ്ങനെയായിരിക്കുമെന്ന്. അപ്പോൾ എൻ്റെ കയ്യിൽ ആ ബ്ലാക്ക് പാട് വീണു. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് അവിടെ ഞാൻ ആലോചിച്ചു, അയ്യോ ഞാനിത് വാങ്ങി വെച്ചില്ലല്ലോ. അങ്ങനെ എല്ലാ കിച്ചണിലും ആ സൈഡിൽ ഈ സംഭവം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നം ഒഴിവാക്കാം. എൻ്റെ കൈ ഇങ്ങനെ ഒരു പാട് വന്നു. ഇനി ഇത് പോകണമെങ്കിൽ കുറേ നാളെടുക്കും. അപ്പോൾ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. എല്ലില്ലാത്ത ബീഫ് കുറച്ച് വാങ്ങാം. ഞാനിതിപ്പോൾ 500 grams ആണ് വാങ്ങിയിരിക്കുന്നത്. നെയ്യ് പറ്റി പിടിച്ചിരിക്കാത്ത പീസസ്. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയുള്ളി, കുറച്ച് സവാള, ഒരു കഷ്ണം ഇഞ്ചി, ഒരു ഉണ്ട വെളുത്തുള്ളി ഇതൊക്കെ നന്നാക്കി വെക്കാൻ പോവാണ്. കട്ട്ലേറ്റിന് എടുക്കുന്ന സമയത്ത് എപ്പോഴും നെയ്യോ എല്ലോ ഒന്നുമില്ലാത്ത നല്ല പീസസ്. ആൻഡ് കൂടുതൽ ഈ വിന്താലു ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കട്ട് ചെയ്ത് വാങ്ങത്തില്ലേ, അത്യാവശ്യം ഒരു ലാർജ് ക്യൂബ്സ് അല്ല, ഒരു മീഡിയം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വാങ്ങുക, അതായിരിക്കും ഈസി.
ബീഫ് ഞാനത് ഐസ് മാറാൻ ഇട്ടിട്ടേ ഉള്ളൂ. എന്നിട്ട് വേണം കഴുകി വൃത്തിയാക്കി നമുക്ക് കുക്കറിലേക്ക് ഇടാൻ. കുക്കറിലേക്ക് ഇടുന്ന സമയത്ത് ഞാൻ എല്ലാ നെയ്യുള്ള പീസസ് ആയാലും ഇട്ട് ഒന്നിച്ച് വേവിച്ച് വെക്കാറാണ് പതിവ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വേറെ കറികളിലേക്ക് അത് യൂസ് ചെയ്യാറാണ് ഞാൻ ചെയ്യാറ്. പക്ഷേ നിങ്ങൾ ചെയ്യണ സമയത്ത് നിങ്ങളുടെ എങ്ങനെയാണോ സൗകര്യം അതേപോലെ ചെയ്തോളൂ. ഏട്ടനായാലും ഭയങ്കര ഇഷ്ടമാണ് കട്ട്ലേറ്റ്. അപ്പോൾ ആ ഒരു ഫാക്ടർ കൊണ്ടാണ് ഞാൻ വിചാരിച്ചത് വയ്യെങ്കിൽ ഇന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. ആൾക്കറിയില്ല ഞാനിന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കണ വിവരം. ആളിന്ന് പുറത്ത് പോയി കഴിക്കുക, എനിക്ക് വയ്യാത്തതുകൊണ്ട് പുറത്ത് പോയി കഴിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു സർപ്രൈസസ് നമുക്ക് കൊടുക്കാം. ഇങ്ങനെ പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ക്രൂവലായിട്ടുള്ള റെസ്റ്റിംഗ് ഫേസിലേക്ക് വേണ്ടത് വളരെ നോർമലാണ്. എനിക്കത് ചിരിച്ചുകൊണ്ട് ചെയ്യാനേ പറ്റില്ല. പിന്നെ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് കാണുമ്പോഴാണ് ഞാൻ പിന്നെ ചിരിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ മുഖം ഇങ്ങനെയൊക്കെ ഇരിക്കത്തുള്ളൂ തോന്നുന്നു. ഇപ്പം ഞാൻ അഭിനയിച്ചത് കൊണ്ട് ഇടന്നു ഇങ്ങനെ ഒരു ഫേസിലാണ് ഇരിക്കാറ്. ഇതൊക്കെ നമുക്ക് അരിഞ്ഞു തരാൻ ആൾക്കാരുണ്ടായിരുന്നല്ലേ. എന്ത് സുഖമേ. എത്ര AI വന്നാലും ഈ പണികളൊന്നും AI കൊണ്ട് ഇപ്പോൾ കുറേ കട്ടിങ് ഐറ്റംസും എന്താ പറയുക കുറേ ടൈപ്പ് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ശരിക്കും ഷോർട്സ് ഈസിയാക്കാൻ അങ്ങനത്തെ സംഭവങ്ങൾ വരുമോ? യെസ്, പണ്ടുള്ള ആൾക്കാർക്ക് മിക്സി, എന്താ അയൺ ബോക്സ്, പിന്നെന്താ വാഷിംഗ് മെഷീൻ, ഇതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവരെന്തോരം ലോഡ് പണിയെടുത്തേക്കണേന്ന് എനിക്ക് ചിന്തിക്കാനും കൂടി വയ്യ. പിന്നെ കൂടുതലും അതൊക്കെ ജോയിൻറ്റ് ഫാമിലീസ് ആയിരുന്നു. എന്നാലും നമുക്കതൊരു എക്സ്ക്യൂസായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് എല്ലാം ഉണ്ട്, എല്ലാ തരം മെഷീനറീസും ഉണ്ട്. പക്ഷേ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാൻ ആരുമില്ല. അതിപ്പോൾ എത്ര ഇപ്പോൾ വന്ന ഏത് ഇന്നോവേഷനിലായാലും ഇതൊന്നും ഈസിയാക്കാനുള്ള കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം ഞാനും ഇങ്ങനത്തെ കുറേ കട്ടിങ്ങും ഇതൊക്കെ ചോപ്പേഴ്സൊക്കെ വാങ്ങി. പക്ഷേ വീട്ടിൽ എൻ്റെ അമ്മയാണെങ്കിലും മമ്മിയാണെന്നുണ്ടെങ്കിലും സാധാ ചെയ്യണ പോലെ ആണ് ചെയ്യാറ്. അവർക്ക് അതാ ഈസി. ഞാൻ പിന്നെയും ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചോപ്പർ ഉപയോഗിക്കാറുണ്ട്. ഞാൻ പറഞ്ഞത് ഈ തൊലി കളയാനും ഈ സാധനങ്ങളൊക്കെ എപ്പോഴും നമുക്ക് എത്രയൊക്കെ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാലും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഏറ്റവും വലിയ എൻ്റെ തലവേദനയാണ് ഡിഷ് വാഷിങ്. നമ്മൾ എങ്ങനെയൊക്കെ ആയാലും അതിൽ നിന്നൊരു എസ്കേപ്പ് ഇല്ല. നമ്മൾ കുക്കിങ് എത്രത്തോളം ഇഷ്ടപ്പെടുന്നു അത്രത്തോളം ഞാൻ വെറുക്കുന്ന ഒരു കാര്യമാണ് ഈ പാത്രം കഴുകൽ. കുറേ പേർക്ക് ഇത് തന്നെയായിരിക്കും കുക്കിങ് ഇഷ്ടമുണ്ടാവും, ഭയങ്കര ഇഷ്ടമായിരിക്കും വെച്ച് കൊടുക്കാനൊക്കെ. പക്ഷേ അതിന് ശേഷമുള്ള ക്ലീനിങ് ആൻഡ് ഡിഷ് വാഷിംഗ് ആയിരിക്കും 90% ആൾക്കാരുടെയും ഹെഡേക്ക്. നമ്മൾ എന്ത് പണിയെടുക്കുകയാണെങ്കിലും എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യമാണ്. നമ്മളിങ്ങനെ ഓരോ പണിയിൽ നിന്ന് ഓരോ പണിയിലേക്ക് ഇങ്ങനെ മാറുന്ന സമയത്ത് എപ്പോഴും ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു കാര്യമാണ് വെള്ളം കുടിക്കൽ. എപ്പം ഇത് ചെയ്താൽ പക്ഷെ എൻ്റെ അമ്മയുടെയും മമ്മിയുടെയും കണ്ണീരിൽ നിന്നൊന്നും കണ്ണീര് വരുന്നത് കണ്ടിട്ടില്ല. ഇത് എക്സ്പീരിയൻസ് ആകുമ്പോഴത്തേക്കും ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ കണ്ണ് പഠിക്കുമോ? ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയതാണ്. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ എല്ലാ തരം പീസസും ഉണ്ട്. നെയ്യുള്ളതൊക്കെ എനിക്ക് മാറ്റേണ്ടി വരും. ഇച്ചിരി ഉപ്പ്, ഇച്ചിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുക.
ഇതിലേക്ക് കുറേ വേറെ അധികം വെജിറ്റബിൾസ് ഇടേണ്ട ആവശ്യമില്ല. കാരണം അതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ രീതിയിലേക്ക് മാറും. പൊട്ടറ്റോനേക്കായും കുറവായിരിക്കണം. ഒരു പൊട്ടറ്റോൻ്റെ മാത്രം സ്കിൻ പീൽ ചെയ്യാണ്ട് ഇടുക. അത് നല്ല ടേസ്റ്റ് ഡിഫറൻസ് കാണിക്കും. ക്യാരറ്റ് ഒരെണ്ണം മാത്രം ആഡ് ചെയ്യുക. ക്യാരറ്റ് പൊട്ടറ്റോൻ്റെ തന്നെ ഹാഫായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഗാർലിക്കും ജിഞ്ചറും നല്ലോണം ഒരു ബ്രൗൺ കളറിലാവണം. നമുക്ക് ഈ ഇത്രയും ചെറുതായിട്ട് അരിയണേൻ്റെ ഉദ്ദേശം കൂടെ ഇത് കടിക്കുമ്പോൾ നമുക്ക് ആ ഒരു നമ്മൾ തോന്നരുത്. അങ്ങനെ നമ്മളിത് വറക്കണം. ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ആ വേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 2 മുളക് നമ്മൾ ഇട്ടായിരുന്നു, ശരിയിടുന്നു. ഗരം മസാല ഞാൻ 1 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് ആൻഡ് ക്യാരറ്റ് പേസ്റ്റ് കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.